നമസ്തേ, ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ചിങ്ങം 1 മുതൽ കർക്കിടകം വരെയുള്ള മലയാള വർഷത്തെ ഒരു വർഷത്തെ വാർഷിക ഫലത്തെക്കുറിച്ചാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 1202 ആണ്ട് മലയാള വർഷം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, പൊതുവിൽ നോക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം മുന്നേറ്റത്തിൻ്റെയും ചില നിർണായക തീരുമാനങ്ങളുടെയും വർഷം തന്നെയായിരിക്കും. കഴിഞ്ഞ കാലത്ത് നീട്ടിവെച്ച പല കാര്യങ്ങൾക്കും ഈ വർഷം പരിഹാരം കാണാൻ സാധിക്കും. എന്നാൽ എടുത്തുചാട്ടത്തേക്കാൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്നതാണ് കൂടുതൽ ഉചിതം. തൊഴിലും ജോലിക്കാര്യങ്ങളും എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമങ്ങൾ നടത്താം. ഉദ്യോഗസ്ഥർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ ചെയ്ത അധ്വാനത്തിന് ഫലം ഈ വർഷം ലഭിക്കും. പക്ഷേ സഹപ്രവർത്തകരുമായി അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കിൻ്റെയും ശക്തിയുടെയും വാക്കിൻ്റെയും ദോഷവും ഒരുപോലെ അനുഭവപ്പെടുന്ന സമയമാണ് വരുന്ന വർഷം. സാമ്പത്തികമായി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുമാനത്തിലും ക്രമേണ പുരോഗതി ഉണ്ടാകും. കിട്ടുന്ന പണം ലഭിക്കുന്ന സാഹചര്യവും നല്ല രീതിയിലുണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും കഴിയും. എന്നാൽ വീട്ടിലെ ആവശ്യങ്ങൾ, യാത്ര, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ചില അപ്രതീക്ഷിത ചിലവുകൾ വരാം. അതുകൊണ്ട് പണം കിട്ടുമ്പോൾ മുഴുവൻ ചിലവാക്കാതെ കുറച്ചെങ്കിലും സമ്പാദ്യമായി മാറ്റിവെക്കുന്നത് നല്ലതാണ്. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രേഖകളും കരാറുകളും നന്നായി പരിശോധിക്കണം. കുടുംബജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, കുടുംബത്തിൽ പൊതുവെ സമാധാനം നിലനിൽക്കും. എന്നാൽ ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കി സംസാരിച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. തൃക്കേട്ടക്കാർ പലപ്പോഴും മനസ്സിലുള്ളതും തുറന്നു പറയുന്ന സ്വഭാവക്കാരാണ്. ഈ വർഷം ആ സ്വഭാവത്തിൽ കുറച്ച് നിയന്ത്രണം വേണം. മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കുകയും പറയേണ്ടത് സ്നേഹത്തോടെ പറയുകയും ചെയ്താൽ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. വിവാഹം നോക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ട് എന്ന് തന്നെ പറയാനായിരിക്കും കഴിയുക. വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാം. നേരത്തെ തടസ്സപ്പെട്ടിരുന്ന ചില ആലോചനകൾ വീണ്ടും പരിഗണിക്കപ്പെടാനും സാധ്യതയുണ്ട്. വിവാഹിതർ പരസ്പരം കൂടുതൽ സമയം ചെലവഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. ചെറിയ തെറ്റിദ്ധാരണകൾ വളരാതെ അപ്പോൾ തന്നെ സംസാരിച്ച് പരിഹരിക്കുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, അതായത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നല്ല വർഷമാണ് വരുന്നത്. ഏകാഗ്രതയോടെ പഠിച്ചാൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാം. പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കണം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം സ്വന്തം കഴിവിൽ വിശ്വാസം വയ്ക്കുക. ഉയർന്ന പഠനത്തിലും പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിലും ഈ കാലയളവ് പ്രയോജനപ്പെടുത്താം. യാത്രയുടെയും വിദേശ കാര്യങ്ങളും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജോലി, പഠനം, കുടുംബകാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട യാത്രകൾ ഉണ്ടാവാം. വിദേശത്ത് പോകുന്നവർക്ക്, ശ്രമിക്കുന്നവർക്ക് ചില വഴികൾ തുറക്കാം. പക്ഷേ രേഖകൾ, വിസ, പാസ്പോർട്ട്, കരാറുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ ചെറിയ പിഴവ് പോലും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പൊതുവിൽ വലിയ ആശങ്ക വേണ്ട. പക്ഷേ തിരക്കേറിയ ജീവിതത്തിനിടയിൽ വിശ്രമം മറക്കരുത്. ഉറക്കം, ഭക്ഷണക്രമം, മാനസിക സമ്മർദ്ദം എന്നിവ ശ്രദ്ധിക്കണം. ചെറിയ അസ്വസ്ഥതകൾ അവഗണിക്കാതെ ആവശ്യമായപ്പോൾ വിദഗ്ധരുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ്. ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമമായ ജീവിതശൈലിയാണ്. വർഷത്തിന് തുടക്കം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, ചിങ്ങമാസത്തിൽ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും. തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ വരാം. എന്നാൽ ഒന്നും പെട്ടെന്ന് തീരുമാനിക്കാതെ ആലോചിച്ച് ചെയ്യുക. കന്നി, തുലാ മാസങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, കന്നിയിൽ ജോലിഭാരം കൂടിയാലും അതിനനുസരിച്ചുള്ള നേട്ടം ലഭിക്കും. തുലാമാസത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ബന്ധുക്കളുമായി, സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ വാക്കുകൾ നിയന്ത്രണം പാലിക്കുക. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനും പഴയ ബന്ധങ്ങളിൽ ചില മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. വൃശ്ചികം, ധനുമാസങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, തൃക്കേട്ടക്കാർക്ക് പ്രത്യേക പ്രാധാന്യമുള്ള സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. മുറങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. ധനുമാസത്തിൽ യാത്രകളും രേഖകളും പുതിയ അവസരങ്ങളും ഉണ്ടാവാം. സാമ്പത്തികമായി കൂടുതൽ സ്ഥിരത നേടാനുള്ള ശ്രമങ്ങൾ വിജയിക്കും. മകരം മുതൽ മീനം വരെയുള്ള കാര്യത്തിൽ, മകരത്തിൽ കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരും. കുംഭത്തിൽ പുതിയ ആശയങ്ങൾ നടപ്പാക്കാൻ കഴിയും. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിക്കാം. മീനത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ നേടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യമായ കടബാധ്യതകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. മേടം, ഇടവം മാസങ്ങളിൽ എന്താണ് ഫലമെന്ന് ചോദിച്ചാൽ, മേടത്തിൽ ആത്മവിശ്വാസം കൂടും. പല കാര്യത്തിലും കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും. ഇത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ 1202 ആണ്ട് ചിങ്ങം 1 മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം, മലയാള വർഷം ഒരു വർഷക്കാലത്തെ നക്ഷത്രഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടവത്തിൽ കുടുംബത്തിനും സാമ്പത്തിക സുരക്ഷിതയ്ക്കും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. വീട്, ഭൂമി, വാഹനം തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കാം. മിഥുനം, കർക്കിടകം മാസങ്ങളുടെ വർഷം എങ്ങനെയായിരിക്കും ചോദിച്ചാൽ, മിഥുനത്തിൽ പുതിയ ബന്ധങ്ങളും പുതിയ അവസരങ്ങളും ലഭിക്കും. നേരത്തെ പരിചയപ്പെട്ട ഒരാളിൽ നിന്ന് പോലും സഹായം ലഭിക്കാം. കർക്കിടകത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഫലം വിലയിരുത്താനുള്ള സമയമാകും. ചിലർക്ക് സന്തോഷകരമായ വാർത്തകളും കുടുംബത്തിലെ മംഗളകാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം എന്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, 3 കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി.
വാക്കിൽ നിയന്ത്രണം, പണത്തിൽ കരുതൽ, തീരുമാനങ്ങളിൽ ക്ഷമ, ഈ 3 കാര്യങ്ങളും പരിപാലിച്ചാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം. അവസരങ്ങൾ വന്നാൽ ഭയന്ന് പിന്മാറേണ്ടതല്ല. അതേസമയം ആരുടെയും വാക്കുകേട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അരുത്. ഒടുവിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 1202 വർഷം മാറ്റത്തിലൂടെ മുന്നേറ്റം ഉണ്ടാവുക എന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ സന്ദേശം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുക.